ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ സാറ് ഒന്ന് എന്നെ വിളിക്കണം. എന്നാ മാഡം ഫോൺ വെച്ചോളൂ. പറയും തോറും എനിക്ക് സങ്കടം കൂടിക്കൂടി വരിക. ഓക്കെ. അകലം കുറയ്ക്കാൻ വേണ്ടി അയാള് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാവരും അയാളെ ശ്രദ്ധിക്കുമായിരുന്നു. നവീനെ അയാൾ കെയർ ചെയ്യുന്ന രീതി, മറ്റുള്ളവരുടെ മുന്നിൽ അയാൾ സംസാരിക്കുന്നത്, നവീന്റെ ഡിഗ്നിറ്റിക്ക് കോട്ടം വരാതിരിക്കാൻ വേണ്ടി അയാൾ പാടുപെടുന്നത്, അതെല്ലാം കണ്ടപ്പോ ഞങ്ങളെല്ലാവരും അയാളുടെ അടുത്ത്. പതുക്കെ പതുക്കെ മാണിക്കുഞ്ഞ് കുടുംബത്തിലൊരു അംഗത്തെ പോലെയായി. നവീൻ മാത്രമല്ല, എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഞങ്ങളും അയാളെ തന്നെ ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ടാ മോളെ അയാൾ ഇറങ്ങിപ്പോയപ്പോ എല്ലാവർക്കും ഒരു താളം നഷ്ടപ്പെട്ടതുപോലെ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മാണിക്കുഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ മാണിക്കുഞ്ഞിനെ പരിചയപ്പെട്ടിട്ടേ കുറച്ചു നാളെ ആയിട്ടുള്ളൂ. പക്ഷേ കളരിക്കൽ തറവാടിന് ദോഷം ഉണ്ടാവുന്ന ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഇപ്പൊ പോലും വിശ്വസിക്കുന്നില്ല. എന്തായാലും സത്യം തെളിയമ്മേ. അതങ്ങനെ മൂടി വെക്കാനൊന്നും ആർക്കും പറ്റില്ലല്ലോ. മോള് നവീനെ ഒന്ന് ആശ്വസിപ്പിക്കേ. അവൻ വല്ലാത്ത ടെൻഷനില്ല. കുറച്ചു നേരം മോള് കൂടെ നിന്ന് സംസാരിക്കുമ്പോ അവൻ ഓക്കെ ആവും. ഞാൻ നോക്കട്ടെ. രാമലക്ഷ്മണന്മാരെ പോലെ ഒന്നിച്ചാ ഞാൻ അവരെ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതിന്നൊരാൾ വെട്ടിമാറ്റിയ പോലെ പോവാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. ഞാൻ കുറച്ചേരം ഇവിടെ ഉണ്ട്. നവീന്റെ അടുത്തേക്ക് ചെല്ലട്ടെ ഞാൻ. നവീനോട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. വെറുതെ ആ കുട്ടി എന്തിനാ ഓരോ ചുമതലകൾ ഏൽപ്പിക്കുന്നത്? അത് കൊള്ളാം. ഇനി അങ്ങോട്ട് നവീന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഗാഥമോളല്ലേ. ഇപ്പൊ തന്നെ നോക്കിക്കോട്ടെ, നമുക്കെന്താ തടസ്സം? നന്ദേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? അവനൊരു വിഷമോന്ന് കേട്ടപ്പോ അവള് ഓടി വന്നില്ലേ. എന്ത് രസമായിട്ടാ അവളെ എല്ലാവരെ കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാരെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ഗാഥമോള്, അല്ലേ? ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഹലോ, മിസ്റ്റർ മാണിക്കുഞ്ഞ്, ഗാഥാ ശ്രീനിവാസ് ആണ്. എന്താ മാഡം? ഞാൻ ഇപ്പൊ കളരിക്കലുണ്ട്. മാണിക്കുഞ്ഞിനെ ഇവിടെ കണ്ടില്ല. കാര്യങ്ങളൊക്കെ മാഡം അറിഞ്ഞു കാണുമല്ലോ. മാഡം എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണോ? എങ്കിൽ വേണ്ട മാഡം. കേട്ടിട്ട് ഞാൻ മടുത്തു. ഞാൻ ഫോൺ വെക്കുവാ. ഫോൺ വെക്കില്ലേ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പെട്ടെന്നുള്ള ഷോക്കില് നവീൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. മാണിക്കുഞ്ഞ് ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ നവീന് യാതൊരു സംശയവുമില്ല. എനിക്ക് തീരെയില്ല. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എല്ലാവരുടെ മുന്നിൽ കളനായില്ലേ? അയ്യോ മാണിക്കുഞ്ഞ്, അത് വിട്. തന്നെക്കാള് സങ്കടത്തിലാ തന്റെ സാർ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വെറുതെ അടുത്തിരുന്നിട്ട് പോലും നേരെ ചോദിന്ന് സംസാരിക്കുന്ന പോലുമില്ല. നവീനെ നമുക്ക് പഴയ കണ്ടീഷനിലോട്ട് മാറ്റണ്ടേ? അതുണ്ടാവണമെങ്കിൽ മാണിക്കുഞ്ഞ് നവീന്റെ അടുത്ത് എത്തണം. മാഡം, ഞാൻ എങ്ങനെയാ സാറിന് മനസ്സിൽ കൊണ്ടു നടന്നതെന്ന് മാഡത്തിന് അറിയില്ല. എന്റെ സന്തോഷവും സങ്കടമൊക്കെ സാറിന്റെ കൂടെ നടക്കുമ്പോഴായിരുന്നു. സാറ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ജയിക്കുമ്പോ ഞാൻ എന്റെ നെഞ്ചിങ്ങനെ ഉയർത്തിപ്പിടിക്കും. എനിക്ക് ഞാൻ ജയിച്ച പോലെയാ. വലിയ വലിയ പാർട്ടികൾക്കൊക്കെ പോകുമ്പോ ഇത് മാണിക്കുഞ്ഞാ എന്റെ സർവസ്വമാണെന്ന് സാറ് പറയും. അപ്പോഴൊക്കെ എവറസ്റ്റ് കയറിയ സന്തോഷം എനിക്ക്. ഞാൻ ഉറങ്ങില്ല അന്നത്തെ ദിവസം. എനിക്കറിയാം മാണിക്കുഞ്ഞ്, നിങ്ങക്ക് തമ്മിലെ പിരിയാനൊന്നും പറ്റില്ല. മാണിക്കുഞ്ഞ് വേഗം ഇങ്ങോട്ട് വന്നേ. സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ നോക്കാം. വേണ്ട മാഡം,
വിശ്വാസത്തിൽ വിള്ളലി വീണ പിന്നെ ഒരു ബന്ധവും നിലനിൽക്കില്ല. സാർ എന്നെ അവിശ്വസിച്ചു. ആരെങ്കിലും എന്റെ നേർക്ക് കൈ ചൂണ്ടി കള്ളനെന്ന് പറയുമ്പോ അത് വിശ്വസിക്കാനുള്ള ബന്ധമേ സാറിന് എന്നോട് ഉള്ളൂവെങ്കിൽ പിന്നെ ഞാൻ വന്നിട്ട് എന്തിനാ മാഡം? സംസാരിച്ചിട്ട് എന്തിനാ? ഞാൻ വരില്ല, ഒരിക്കലും വരില്ല. പിന്നെ എന്ത് ചെയ്യാനാ? വേറെ ഏതെങ്കിലും ഓഫീസില് ജോലി നോക്കോ? ഏയ്, സാറിനടുത്ത് നിന്ന പോലെയൊന്നും വേറെ ആരുടെ അടുത്ത് നിൽക്കാനൊന്നും എനിക്കാവില്ല. ഇനി ഒരു ഓഫീസിലേക്ക് ഞാനില്ല, ഒരാളുടെ വിശ്വസ്തനാവാനും ഞാനില്ല. മടുത്തു. ശരി, ഓഫീസിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് കൂട്ടിക്കോ. നവീൻ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഒന്ന് അടുത്ത് വരുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ല മാഡം, അഥവാ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ സാറ് ഒന്ന് എന്നെ വിളിക്കണം. എന്നാ മാഡം ഫോൺ വെച്ചോളൂ. പറയും തോറും എനിക്ക് സങ്കടം കൂടിക്കൂടി വരുക. ഓക്കെ. നവീൻ, ഞാൻ മാണിക്കുഞ്ഞുമായിട്ട് സംസാരിച്ചു. കുറച്ചു നേരം കൂടെ സംസാരിച്ചിരുന്നെങ്കിൽ അയാള് ചിലപ്പോ പൊട്ടിക്കരഞ്ഞന്. നവീൻ, സത്യസന്ധമായി നെഞ്ചി തൊട്ട് പറയാമോ അയാള് നവീന് സംശയമുണ്ടെന്ന്? രാധ, ഒരിക്കലും ഞാൻ അങ്ങനെ മാണിക്കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരെന്നെ ചതിച്ചാലും മാണിക്കുഞ്ഞ് അങ്ങനെ ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെ, ഈ രണ്ട് സ്ഥലത്തിരുന്ന് ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് ഇങ്ങനെ ഉരുകി തീരുന്നതിനേക്കാളും ഭേദം നമുക്ക് അയാളെ പോയി നേരിട്ട് കണ്ടാലോ? എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് ചോദിച്ചാലോ? അയാൾക്ക് എന്തേലും തെളിയിക്കാനുണ്ടെങ്കിൽ അതിനൊരു അവസരം കൊടുത്തൂടെ? അത് വേണം നവീൻ. മാണിക്കുഞ്ഞിനെ ഒഴിവാക്കാൻ എളുപ്പാണ്. ഇനി അയാളെ കാണാതെയും വിളിക്കാതെ ഇരുന്നാ മതിയല്ലോ. പക്ഷേ അങ്ങനെയല്ലല്ലോ. അയാളോട് ചെയ്തത് നീതിയാണെന്നൊരു തോന്നല് നവീന് വേണ്ടേ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ശരി, നമുക്ക് പോ. ഞാനൊന്ന് റെഡി ആവട്ടെ. നവീൻ ചെന്ന് വിളിച്ച അയാൾ വരും, അതെനിക്ക് ഉറപ്പാ. പോ, പെട്ടെന്ന് റെഡി ആയിക്കേ. ശരി. സോറി രാധ, ഐ എം സോറി. ഐ എം റിയലി സോറി. ഇതിനെന്തിനാ ഇത്രയും സോറിയൊക്കെ? ഇത് ഞാൻ കഴുകി കളഞ്ഞോളാം. നവീൻ റെഡി ആയിക്കേ. കുഴപ്പമില്ലല്ലോ. വേണമെങ്കിൽ മാണിക്കുഞ്ഞിന്റെ വീട്ടിൽ പോകുന്ന വഴി താൻ വീട്ടിൽ കയറി മാറിയിട്ട് എടോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കടയിൽ നിന്ന് ഡ്രസ്സ്. ഒന്ന് അടങ്ങോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെനിക്ക് കഴുകി കളയാവുന്നതേ ഉള്ളൂ. നവീൻ പെട്ടെന്ന് റെഡി ആയിക്കോളൂ. ഓക്കെ.